കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ നസറുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കുഞ്ഞാവു ഹാജി താക്കോൽദാനം നിർവഹിക്കും. തരിശ് സ്വദേശിയായ വ്യാപാരിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ്, വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് തരിശ് സ്വദേശിയായ വ്യാപാരിക്ക് നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 തരിശിൽ നടക്കുന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി താക്കോൽദാനം നിർവഹിക്കും. താക്കോൽദാനത്തിന് ശേഷം കിഴക്കേത്തല അക്ഷയ സെന്ററിന് സമീപം നടക്കുന്ന പൊതുചടങ്ങ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീടില്ലാത്ത ആളുകളെ തെരഞ്ഞപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ പേര് മാത്രമാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. അപേക്ഷ തന്ന ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചത്. അയാൾക്ക് ഞങ്ങൾ ആ വീട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വീടിൻ്റെ പണികൾ പൂർത്തിയാക്കി ഏകദേശം 8.5 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ വീട് ലഭിക്കുന്ന ആളുടെ എല്ലാ സൗകര്യങ്ങളും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വീടിൻ്റെ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്, വീട് കൈമാറുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ വീടിനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, ഞാൻ ഈ വീട്ടിൽ വളരെ സംതൃപ്തനാണ്. എൻ്റെ മനസ്സിൽ ഞാനൊരു വീടെന്നുള്ള സ്വപ്നം കൊണ്ട് നടന്നത് ഇതേപോലെ ഒരു സ്വപ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനെനിക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി തന്നു. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ആ മനുഷ്യൻ്റെ വായിൽ നിന്നും കേട്ടത്. യൂത്ത് വിംഗ് നടത്തിയ സമ്മാനോത്സവ ക്യാമ്പയിനിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. വ്യക്തിക്കാണ് 1ാം സമ്മാനമായ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടിയിട്ടുള്ളത്. 2ാം സമ്മാനം വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുള്ളത് മെഹസിൻ റിസ്വാൻ എന്ന ആൾക്കാണ്. 3ാം സമ്മാനം LED TV കിട്ടിയത് അർഷദ് പുൽവട്ട എന്ന വ്യക്തിക്കാണ്. 4ാം സമ്മാനം ഗോൾഡ് കോയിൻ കിട്ടിയത് അലൻ M കേരള എന്ന വ്യക്തിക്കാണ്. തുടർന്ന് വരുന്ന 10ഓളം പ്രോത്സാഹന സമ്മാനങ്ങളും ഞങ്ങൾ നറുക്കെടുത്തിട്ടുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ ആ ചടങ്ങിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളും ഈ നാട്ടിലെ നമ്മുടെ ജനപ്രതിനിധികളും സാംസ്കാരിക നായകരൊക്കെ ഉൾപ്പെടുന്ന ആ സദസ്സിൽ വെച്ച് നൽകുന്നതാണ്. മുഴുവൻ ആളുകളെയും, കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനസാമാന്യത്തെയും ഞങ്ങൾ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ, മറ്റു ജനപ്രതിനിധികൾ, KVVS ജില്ലാ, സംസ്ഥാന, മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് ചെറിയാൻ, യൂണിറ്റ് ട്രഷറർ സൈനുൽ ആബിദ്, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MK ആരിഫ്, M നാസർ, P നിസാർ, K അൻസാർ ചെറി, ജയേഷ് മുള്ളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.